Hi all, welcome back to Zoology class. ഇന്ന് തൊട്ട് നമ്മൾ +2 Zoology പോർഷൻസിൻ്റെ ക്വിക്ക് റിവിഷൻ ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ചാപ്റ്റർ ബയോളജിയിലെ ചാപ്റ്റർ 7 എവല്യൂഷൻ ആണ്. എവല്യൂഷൻ മീൻസ് വാട്ട്? ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ലൈഫ് ഫോംസ്. ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഡിഫറെൻറ്റ് ലൈഫ് ഫോംസ് ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എവല്യൂഷൻ. സോ ദർ ആർ മെനി എവിഡൻസസ് ദാറ്റ് സപ്പോർട്ട് എവല്യൂഷൻ. എവല്യൂഷൻ പ്രോസസ്സ് നടന്നിട്ടുണ്ട് എന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് എവിഡൻസസ് ഉണ്ട്. സോ ഫസ്റ്റ് ടോപ്പിക് ഏതാണ്? എവിഡൻസസ് ഫോർ എവല്യൂഷൻ. ഫസ്റ്റ് എവിഡൻസ് ഈസ് കമ്മിങ് ഫ്രം പാലിയൻറ്റോളജി, ദാറ്റ് ഈസ് പാലിയൻറ്റോളജിക്കൽ എവിഡൻസ് ഓർ ഫോസിൽ എവിഡൻസ്. ഫോസിലുകളുടെ പഠനത്തിൽ നിന്നും എവല്യൂഷൻ്റെ എവിഡൻസസ് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഹൗ? വാട്ട് ഈസ് പാലിയൻറ്റോളജി ഓർ വാട്ട് ആർ ഫോസിൽസ്? The study of fossil is called paleontology. Fossils are the remnants of plants and animals preserved in the earth crust. ഫോസിലുകളുടെ പഠനമാണ് പാലിയൻറ്റോളജി. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫോസിൽസ്. സോ എന്താണ് ഫോസിൽസ്? മുമ്പ് ജീവിച്ചിരുന്ന ഓർഗാനിസംസിൻ്റെ റെംനൻസ്, അതർവൈസ് റിമൈനിങ്സ് ആണ് ഫോസിലുകൾ. ഓക്കെ, സോ ദേ ആർ ദ റെംനൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ദാറ്റ് ലിവ്ഡ് ഇൻ എർത്ത്. നമ്മുടെ എർത്തിൽ മുമ്പ് ജീവിച്ചിരുന്ന ഓർഗാനിസംസിൻ്റെ റിമൈനിങ്സ് ആണ് ഫോസിൽസ്. വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോസിൽസ്? എന്തുകൊണ്ടാണ് ഫോസിൽസ് ഇമ്പോർട്ടൻറ്റ് എവിഡൻസ് ആയി പറയുന്നത്? വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോസിൽസ്? ടു സ്റ്റഡി ഫൈലോജനി ഓർ എവല്യൂഷണറി ഹിസ്റ്ററി ഓർ റേസ് ഹിസ്റ്ററി. ഫൈലോജനി അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ എവല്യൂഷണറി ഹിസ്റ്ററി മനസ്സിലാക്കാൻ വേണ്ടി ഫോസിൽ സ്റ്റഡി നമ്മെ ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഹോസിൻ്റെ റേസ് ഹിസ്റ്ററി പഠിക്കാനാണെങ്കിൽ ഹോസിൻ്റെ ഒരുപാട് ആൻസെസ്റ്റേഴ്സ് ഇതൊക്കെ എങ്ങനെയാണ് കണ്ടെത്താൻ സാധിക്കുക? ഫ്രം ദ ഫോസിൽസ്. ആരൊക്കെയായിരുന്നു ആൻസെസ്റ്റേഴ്സ്, ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചത്, ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടി ഫോസിൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ടു സ്റ്റഡി അബൌട്ട് എക്സ്റ്റിങ്ക്റ്റ് ആനിമൽസ്, എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ഡൈനോസേഴ്സ്. എക്സ്റ്റിങ്ക്റ്റ് ഓർഗാനിസംസ് അതായത് വംശനാശം വന്ന ഓർഗാനിസംസിനെ പറ്റി പഠിക്കാനും ഫോസിൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഡൈനോസേഴ്സിനെ പറ്റിയൊക്കെ നമുക്കറിയാൻ സാധിച്ചത് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഫോസിൽസ്. To study about geological period by analyzing fossils in different sedimentary rock layers. Sedimentary റോക്സിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സിൽ പ്രിസർവ് ചെയ്താണ് ഡിഫറെൻറ്റ് ഫോസിൽസ് കാണുന്നത്. സോ ഓരോ ലെയേഴ്സിലും ഫോം ചെയ്തിരിക്കുന്ന ഫോസിൽസ് അനലൈസ് ചെയ്താൽ ഈ ജീവികൾ, ഈ ഓർഗാനിസംസ് ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് ഭൂമിയിൽ ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഓരോ കാലഘട്ടങ്ങളിലും ഓർഗാനിസംസിന് എന്ത് വരുന്നുണ്ട്? ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. സോ പുതിയ ഓർഗാനിസംസ് ഡിഫറെൻറ്റ് കാലഘട്ടങ്ങളിലൂടെയാണ് ഭൂമിയിൽ ഫോം ചെയ്തത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയും നമുക്ക് എന്തിൻ്റെ സഹായം ആവശ്യമാണ്? ഫോസിൽസ്. സോ ദീസ് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോസിൽസ്. സോ ഫസ്റ്റ് എവിഡൻസിൽ എക്സാം ഓറിയൻറ്റഡ് ആയി ഓർത്ത് വെക്കേണ്ടത് വാട്ട് ആർ ഫോസിൽസ്, വാട്ട് ഈസ് പാലിയൻറ്റോളജി, അതേപോലെ വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫോസിൽസ്. ഈ 3 ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് സെക്കൻഡ് എവിഡൻസ് ആണ് അനാട്ടമിക്കൽ ആൻഡ് മോർഫോളജിക്കൽ എവിഡൻസ്. ഒരു ഓർഗാനിസത്തിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് പഠിക്കുന്നതാണ് ദാറ്റ് ഈസ് മോർഫോളജി. ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് ആണെങ്കിൽ അനാട്ടമി. സോ മോർഫോളജിക്കൽ ആൻഡ് അനാട്ടമിക്കൽ സ്റ്റഡീസ് എവല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സ്റ്റേണൽ ഫീച്ചേഴ്സും ഇൻറ്റേർണൽ ഫീച്ചേഴ്സും. സോ സെക്കൻഡ് എവിഡൻസ് അനാട്ടമിക്കൽ ആൻഡ് മോർഫോളജിക്കൽ എവിഡൻസ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഓർഗനാണ് ഹോമലോഗസ് ഓർഗൻസ് ആൻഡ് അനലോഗസ് ഓർഗൻസ്. അതിൽ ഫസ്റ്റ് വൺ ഹോമലോഗസ് ഓർഗൻസ്. ഹോമലോഗസ് ഓർഗൻസ് ആർ ദ ഓർഗൻസ് which are similar in structure but perform different functions. എന്താണ് ഹോമലോഗസ് ഓർഗൻസ്? ഡിഫറെൻറ്റ് ഓർഗാനിസംസിൽ കാണുന്ന ചില ഓർഗൻസിനെയാണ് നമ്മൾ ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. എങ്ങനെയുള്ള ഓർഗൻസ് ആണ്? ഓർഗൻസിൻ്റെ സ്ട്രക്ചർ സെയിം ആണ്, പക്ഷെ അതിൻ്റെ ഫങ്ഷന് ഓരോ ഓർഗാനിസത്തിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് സ്ട്രക്ചറലി സിമിലർ ആണ്, പക്ഷെ ഫങ്ഷനലി ഡിഫറെൻ്റ് ആണ്. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഓർഗൻസിന്, ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൽ കാണുന്ന ഡിഫറെൻറ്റ് ഓർഗൻസിനെ ഹോമലോഗസ് ഓർഗൻസ് എന്ന് പറയും. ദേ ഹാവ് സെയിം സിമിലർ സ്ട്രക്ചർ ബട്ട് ഡിഫറെൻറ്റ് ഫങ്ഷൻ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയി ഒരു എക്സാമ്പിൾ ഓർത്ത് വെക്കാം. ദാറ്റ് ഈസ് 4 limbs ഓഫ് ഡിഫറെൻറ്റ് ഓർഗാനിസംസ്. ഹ്യൂമൻ ബീങ്സ്, ചീറ്റ, വെയിൽ ആൻഡ് ബാറ്റ്. ഹ്യൂമൻ ബീങ്സിൻ്റെ ഹാൻഡ്, ചീറ്റയുടെ ഫൂട്ട്, വെയിലിൻ്റെ ഫ്ലിപ്പേഴ്സ്, അതേപോലെ ബാറ്റ് വവ്വാലിൻ്റെ വിങ്സ്. ഇവയുടെ സ്ട്രക്ചേഴ്സ് സെയിം ആണ്, പക്ഷേ ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആണ്. ഈ ഓർഗൻസ് ആണ് ഹോമലോഗസ് ഓർഗൻസ്. ഈ ഒരു ഫിനോമിനനെ നമ്മൾ ഹോമലോഗി എന്ന് പറയും. ഓക്കെ, സോ ഹോമലോഗസ് ഓർഗൻസ് സൂചിപ്പിക്കുന്നത് ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്നും ഈ ഓർഗാനിസംസ് ഒക്കെ ഫോം ചെയ്തു.
പക്ഷേ ഡിഫറെൻറ്റ് ഹാബിറ്ററ്റിൽ ജീവിക്കുന്നത് കൊണ്ട് ഇവയുടെ ഫങ്ഷൻസ് ഡിഫറെൻ്റായി ഇവോൾവ് ചെയ്തു. ദ ഒറിജിൻ ഓഫ് ഹോമലോഗസ് ഓർഗൻസ് ഈസ് ഡ്യൂ ടു ഡൈവേർജൻറ്റ് എവല്യൂഷൻ. ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് ഇവോൾവ് ചെയ്യുന്നതാണ് ഡൈവേർജൻറ്റ് എവല്യൂഷൻ. സോ ഇവിടെ പറഞ്ഞ എക്സാമ്പിളിൽ ഫോർ ലിംസിൻ്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ സെയിം ആണ്. ദാറ്റ് മീൻസ് ഇവയൊക്കെയും ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്നാണ് ഫോം ചെയ്തത്. പക്ഷേ പിന്നീട് ഈ ഓർഗൻസിന് ഫങ്ഷനലി മാറ്റം വന്നു. എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ഓരോ ഓർഗാനിസംസും ഓരോ ഹാബിറ്ററ്റ് അല്ലെങ്കിൽ ഓരോ എൻവയോൺമെൻറ്റിലാണ് ജീവിക്കുന്നത്. സോ അതിനനുസരിച്ച് ഈ ഓർഗൻസിൻ്റെ ഫങ്ഷൻസ് ഡിഫറെൻ്റായി മാറി. ഇതാണ് ഡൈവേർജൻറ്റ് എവല്യൂഷൻ. സോ ഓർമ്മിക്കണം, ഹോമലോഗസ് ഓർഗൻസ് എന്തിന് എക്സാമ്പിളാണ്? ഡൈവേർജൻറ്റ് എവല്യൂഷൻ. ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് ഇവോൾവ് ചെയ്യുന്നതാണ് ഡൈവേർജൻറ്റ് എവല്യൂഷൻ. ആൻഡ് അതർ എക്സാമ്പിൾസ് ആർ ദെയർ. ആദ്യത്തെ എക്സാമ്പിൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഹ്യൂമൻ ഹാൻഡ് ആൻഡ് ചീറ്റാസ് ഫുഡ്, വെയിൽസ്, flippers and bats wing. Other examples, vertebrate heart or brain, thorns of bougainvillea and tendrils of cucurbita. ഈ 3 എക്സാമ്പിൾസും ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർഗൻ, അനലോഗസ് ഓർഗൻസ്. ഹോമലോഗസ് ഓർഗൻസിൽ സ്ട്രക്ചർ സെയിം ആയിരുന്നു, ഫങ്ഷൻ ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ അനലോഗസ് ഓർഗൻസ്, ദേ ആർ ഓർഗൻസ് വിച്ച് ആർ ഡിഫറെൻ്റ് ഇൻ സ്ട്രക്ചർ ബട്ട് പെർഫോം സിമിലർ ഫങ്ഷൻസ്. സോ ഇവിടെ അനലോഗസ് ഓർഗൻസിൽ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്, പക്ഷേ ഫങ്ഷൻ സെയിം ആണ്, സിമിലർ ഫങ്ഷൻ ആണ്. ഓക്കെ, ദ ഒറിജിൻ ഓഫ് അനലോഗസ് ഓർഗൻ ഈസ് ഡ്യൂ ടു കൺവേർജൻറ്റ് എവല്യൂഷൻ. ഈ ഒരു ടൈപ്പ് ഓഫ് എവല്യൂഷൻ, ദാറ്റ് ഈസ് കൺവേർജൻറ്റ് എവല്യൂഷൻ. ഈ ഒരു ഫിനോമിനൻ അനലോഗി എന്ന് പറയും. ടൈപ്പ് ഓഫ് എവല്യൂഷൻ കൺവേർജൻറ്റ് എവല്യൂഷൻ. ദാറ്റ് മീൻസ് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ നിന്ന് ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്ത് വരുന്ന എവല്യൂഷനാണ് കൺവേർജൻറ്റ് എവല്യൂഷൻ. ഡൈവേർജൻറ്റ് മീൻസ് വാട്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈവേർജൻറ്റ് എവല്യൂഷൻ എന്താണ്? ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്ന് ഡിഫറെൻറ്റ് ഡയറക്ഷനിലേക്ക് ഇവോൾവ് ചെയ്യുന്നതാണ് ഡൈവേർജൻറ്റ് എവല്യൂഷൻ. സോ കൺവേർജൻറ്റ് മീൻസ് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ നിന്ന് ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നതാണ് കൺവേർജൻറ്റ് എവല്യൂഷൻ. സോ ഹോമലോഗസ് ഡൈവേർജൻ്റ് ആണ്, അനലോഗസ് കൺവേർജൻറ്റ് എവല്യൂഷൻ ആണ്. അനലോഗസ് ഓർഗൻസിൻ്റെ എക്സാമ്പിൾസ്, വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ്. ബട്ടർഫ്ലൈൻ്റെ വിങ്സും ബേർഡ്സിൻ്റെ വിങ്സും സ്ട്രക്ചറലി ഡിഫറെൻ്റ് ആണ്. രണ്ടിൻ്റെയും സ്ട്രക്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്, പക്ഷേ രണ്ടിൻ്റെയും ഫങ്ഷൻസ് എന്താണ്? സെയിം ആണ്, ഫ്ലൈയിങ്. ഓക്കെ, ദ ഐ ഓഫ് ദ ഒക്ടോപ്പസ് ആൻഡ് ഓഫ് മാമൽസ്, ദ ഫ്ലിപ്പേഴ്സ് ഓഫ് പെൻഗ്വിൻസ് ആൻഡ് ഡോൾഫിൻസ്, സ്വീറ്റ് പൊട്ടാറ്റോ, ഇറ്റ് ഈസ് എ റൂട്ട് മോഡിഫിക്കേഷൻ ആൻഡ് പൊട്ടാറ്റോ ഇറ്റ് ഈസ് എ സ്റ്റം മോഡിഫിക്കേഷൻ. സോ ഇതൊക്കെയാണ് അനലോഗസ് ഓർഗൻസിൻ്റെ എക്സാമ്പിൾ. ഫസ്റ്റ് എവിഡൻസ് ഫോസിൽ എവിഡൻസ്, സെക്കൻഡ് വൺ മോർഫോളജിക്കൽ ആൻഡ് അനാട്ടമിക്കൽ, ആൻഡ് നെക്സ്റ്റ് വൺ ബയോകെമിക്കൽ എവിഡൻസ്. സിമിലാരിറ്റീസ് ഇൻ ബയോമോളിക്യൂൾസ് ആൻഡ് മെറ്റബോളിസം among diverse organisms show they are evolved from a common ancestor. Different organisms'il biomolecules, metabolism ഇതൊക്കെ സിമിലർ ആണ്. ഓക്കെ, ഈ പ്രോസസ്സ് ഒക്കെ സെയിം ആണ്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഈ പറയുന്ന ഓരോ ഓർഗാനിസംസും ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്നാണ് ഫോം ചെയ്തത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ബയോകെമിക്കൽ എവിഡൻസ്. നെക്സ്റ്റ് എവിഡൻസ് ഈസ് കമ്മിങ് ഫ്രം നാച്ചുറൽ സെലക്ഷൻ, എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷനിലൂടെ എവല്യൂഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം ദാറ്റ് ഹാപ്പൻഡ് ഇൻ ഇംഗ്ലണ്ട്. എന്താണ് ഇൻഡസ്ട്രിയൽ മെലാനിസം? ഇൻഡസ്ട്രീസ് മീൻസ് റിലേറ്റഡ് വിത്ത് വാട്ട്? ഇൻഡസ്ട്രീസ്. മെലാനിസം എന്ന് പറയുമ്പോൾ മെലാനിൻ പിഗ്മെൻറ്റ്, കളറിംഗ് പിഗ്മെൻ്റ് ആണ് മെലാനിൻ. സോ വാട്ട് ഹാപ്പൻഡ് ഇൻ ഇംഗ്ലണ്ട്? ഇംഗ്ലണ്ടിൽ എന്താണ് സംഭവിച്ചത്? ലെറ്റ് us see. Before industrialization, that is in 1850s, there were more white-colored moths than dark-colored or melanized moth. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രീസിൻ്റെ വരവ്. സോ ഇൻഡസ്ട്രീസ് ഒന്നും ഇല്ലാത്ത സമയത്ത്, ദാറ്റ് ഈസ് 1850s ഇംഗ്ലണ്ടിൽ കൂടുതലായി ഉണ്ടായിരുന്നത് വെളുത്ത നിറമുള്ള ബട്ടർഫ്ലൈസ് ആയിരുന്നു. വൈറ്റ് കളേർഡ് മോത്ത് മീൻസ് ബട്ടർഫ്ലൈ. ഓക്കെ, എന്തിൻ്റെ നമ്പർ കുറവായിരുന്നു? ബ്ലാക്ക് കളേർഡ് മോത്തിൻ്റെ നമ്പർ കുറവായിരുന്നു. കറുത്ത നിറമുള്ള ബട്ടർഫ്ലൈനേക്കാൾ കൂടുതൽ കണ്ടത് വെളുത്ത നിറത്തിലുള്ള ബട്ടർഫ്ലൈസ് ആയിരുന്നു. ദാറ്റ് ഈസ് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ വെളുത്ത കളറുള്ള ബട്ടർഫ്ലൈസ് ആയിരുന്നു കൂടുതൽ, കറുത്ത കളറുള്ള ബട്ടർഫ്ലൈസ് കുറവായിരുന്നു. വാട്ട് ഈസ് ദ റീസൺ? ദർ വാസ് വൈറ്റ് കളേർഡ് ലൈക്കൻ കവറിംഗ് ദ ട്രീസ്. ഇൻ ദാറ്റ് ബാക്ക്ഗ്രൗണ്ട് ദ വൈറ്റ് കളേർഡ് മോത്ത് സർവൈവഡ് ബട്ട് ദ ഡാർക്ക് കളേർഡ് മോത്ത്സ് വെയർ പിക്ക്ഡ് ഔട്ട് ബൈ പ്രിഡേറ്റേഴ്സ്. വെളുത്ത നിറത്തിലുള്ള ലൈക്കനുകൾ മരങ്ങളുടെ തടിയിൽ കവർ ചെയ്ത് കാണാമായിരുന്നു അന്നത്തെ സമയത്ത്. സോ വെളുത്ത ബാക്ക്ഗ്രൗണ്ടിൽ വെളുത്ത നിറമുള്ള ബട്ടർഫ്ലൈസിന് പ്രിഡേറ്റേഴ്സിന് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. പക്ഷേ ബ്ലാക്ക് കളറുള്ള ബട്ടർഫ്ലൈസിനെ പെട്ടെന്ന് കാണാൻ സാധിക്കും. സോ പ്രിഡേറ്റേഴ്സ് ഏത് ബട്ടർഫ്ലൈസിനായിരിക്കും പിക്ക് ചെയ്യുക? ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് കളറാണ്, കാരണം ട്രീസിൻ്റെ മേലെ
വൈറ്റ് കളറിലുള്ള ലൈക്കൻസ് കാണാം. സോ ഇതിൻ്റെ മേലെ വൈറ്റ് ബട്ടർഫ്ലൈസും ബ്ലാക്ക് ബട്ടർഫ്ലൈസും വന്നിരുന്നാൽ പ്രിഡേറ്റേഴ്സിന് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്നത് ബ്ലാക്ക് ബട്ടർഫ്ലൈസിനെയാണ്. സോ പ്രിഡേറ്റേഴ്സ് എന്തിനെ ക്യാച്ച് ചെയ്യും? ബ്ലാക്ക് ബട്ടർഫ്ലൈസിനെ ക്യാച്ച് ചെയ്യും. അങ്ങനെ ബ്ലാക്ക് ബട്ടർഫ്ലൈസിൻ്റെ നമ്പർ റെഡ്യൂസ് ചെയ്തു. എന്തിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്തു? വൈറ്റ് ബട്ടർഫ്ലൈസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്തു. സോ ദിസ് ഹാപ്പൻഡ് ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ. ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പാണ് ഇതുപോലുള്ള നാച്ചുറൽ സെലക്ഷന് നടന്നത്. Then what happened after industrialization? That is, after industrialization in 1920, more dark-winged moths and less white-winged moths. എന്തിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്തു? ഡാർക്ക് വിങ്ങഡ് മോത്ത്, ഡാർക്ക് കളറുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് കളറുള്ള മോത്ത് ബട്ടർഫ്ലൈസിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്തു. പക്ഷേ എന്തിൻ്റെ നമ്പർ റെഡ്യൂസ് ചെയ്തു? വൈറ്റ് കളറുള്ള ബട്ടർഫ്ലൈസിൻ്റെ നമ്പർ റെഡ്യൂസ് ചെയ്തു. ഹൗ ദിസ് ഹാപ്പൻഡ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? Reason: the tree trunks became dark due to industrial smoke, no growth of lichens. In that dark background, the dark-colored moths survived, but the white-colored moths were picked out by predators. 1920s ആയപ്പോഴേക്ക് ഇംഗ്ലണ്ടിൽ ഒരുപാട് ഇൻഡസ്ട്രീസ് വന്നു, ഇൻഡസ്ട്രിയലൈസേഷൻ നടന്നു. ഇൻഡസ്ട്രീസിൽ നിന്നുള്ള സ്മോക്ക് കാരണം ട്രീ ട്രങ്ക്സ്, മരത്തടിയൊക്കെ ഡാർക്ക് കളറായി മാറി. അങ്ങനെ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പ്രിഡേറ്റേഴ്സിന് പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്നത് വൈറ്റ് കളറുള്ള ബട്ടർഫ്ലൈസിനെയാണ്. സോ പ്രിഡേറ്റേഴ്സ് എന്തിനെ ക്യാച്ച് ചെയ്യും? വൈറ്റ് കളറുള്ള ബട്ടർഫ്ലൈസിനെ ക്യാച്ച് ചെയ്യും. പക്ഷേ ആര് രക്ഷപ്പെട്ടു? ഡാർക്ക് കളറുള്ള ബട്ടർഫ്ലൈസ് രക്ഷപ്പെട്ടു. അങ്ങനെ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം നാച്ചുറൽ സപ്പോർട്ട് ചെയ്തത് ഏത് ടൈപ്പ് ബട്ടർഫ്ലൈസിനെയാണ്? ഡാർക്ക് കളറുള്ള ബട്ടർഫ്ലൈസിനെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ആരുടെ നമ്പർ റെഡ്യൂസ് ചെയ്തു? വൈറ്റ് കളറുള്ള ബട്ടർഫ്ലൈസിൻ്റെ നമ്പർ റെഡ്യൂസ് ചെയ്തു. സോ ഈ ഒരു എക്സാമ്പിളിൽ എന്തിനുള്ള എക്സാമ്പിളാണ്? നാച്ചുറൽ സെലക്ഷൻ, എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ. സോ ഇവിടെ നാച്ചുറാണ് ഡിസൈഡ് ചെയ്തത് ആ അറ്റ്മോസ്ഫിയറിൽ ഏത് ടൈപ്പ് ഓർഗാനിസം സർവൈവ് ചെയ്യണമെന്നത്. ദാറ്റ് ഈസ്, ഒരു എൻവയോൺമെൻറ്റിൽ ബെറ്റർ അഡാപ്റ്റേഷൻ ഉള്ളവ സർവൈവ് ചെയ്യും, അല്ലാത്തവയുടെ നമ്പർ ഡിക്രീസ് ചെയ്യും. ഇതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഇംഗ്ലണ്ടിൽ നടന്ന ഇൻഡസ്ട്രിയൽ മെലാനിസം. നെക്സ്റ്റ് എവിഡൻസ് ആണ് എവല്യൂഷൻ ബൈ ആന്ത്രോപോജനിക് ആക്ഷൻ. ആന്ത്രോപോജനിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിൻ്റെ ആക്ഷൻസ്, മനുഷ്യപ്രവർത്തനങ്ങൾ കാരണം. ഓക്കെ, സോ മനുഷ്യപ്രവർത്തനങ്ങൾ മൂലം എവല്യൂഷൻ നടക്കുന്നുണ്ടോ? സെലക്ഷൻ ഓഫ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ്, എക്സസ് യൂസ് ഓഫ് ഹെർബിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ് ഓർ ആൻറ്റിബയോട്ടിക്സ് എക്സെട്ര റിസൾട്ടഡ് ഇൻ സെലക്ഷൻ ഓഫ് റെസിസ്റ്റൻറ്റ് വെറൈറ്റി. ഹെർബിസൈഡ്സ്, പെസ്റ്റിസൈഡ്സ്, അതേപോലെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ കൂടുതലായി യൂസ് ചെയ്താൽ ഇവയെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസ് ഫോം ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എവല്യൂഷൻ ബൈ ആന്ത്രോപോജനിക് ആക്ഷൻ. നമ്മൾ പാത്തജൻസിനെതിരെ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുമ്പോൾ മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ ആൻറ്റിബയോട്ടിക്സിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് പ്രതിരോധിക്കാൻ പറ്റുന്ന പാത്തജൻസ് ഫോം ചെയ്യും. ഇത് എവല്യൂഷന് എക്സാമ്പിളാണ്, എവല്യൂഷൻ ബൈ ആന്ത്രോപോജനിക് ആക്ഷൻ. നെക്സ്റ്റ് എവിഡൻസ് ഈസ് ബയോജിയോഗ്രാഫിക്കൽ എവിഡൻസ്. അതിൽ വരുന്നതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. Adaptive radiation is the evolution of closely related species starting from a common point in a given geographical area radiating to other areas of geography. ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു ജീവിവർഗത്തിൽ നിന്നും അവിടുത്തെ മറ്റ് പ്രദേശങ്ങളിലേക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടായി വരുന്ന ഒരു പ്രോസസ്സാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. അതായത് ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയ, ഒരു പ്ലേസിൽ തന്നെ ഒരു ഓർഗാനിസത്തിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിലുള്ള ഓർഗാനിസംസ് കാണുന്നതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഈ ഒരു ഫിനോമിനൻ കണ്ടെത്തിയത് ഡാർവിൻ ആണ് ഇൻ ഗാലപ്പാഗോസ് ഐലൻഡ്. സോ ഡാർവിൻ ഗാലപ്പാഗോസ് ഐലൻഡ്സിൽ ഒരുപാട് ബേർഡ്സിനെ കണ്ടെത്തി, ഫിഞ്ചസിനെ കണ്ടെത്തി. പിന്നീട് ഇവയെ ഡാർവിൻസ് ഫിഞ്ചസ് എന്ന് പേര് നൽകി. ഓക്കെ, ഡാർവിൻസ് ഫിഞ്ചസ് ദാറ്റ് വാസ് ഫൗണ്ട് ഇൻ ഗാലപ്പാഗോസ് ഐലൻഡ് ബൈ ചാൾസ് ഡാർവിൻ. ഇവ അഡാപ്റ്റീവ് റേഡിയേഷന് വഴിയാണ് ഫോം ചെയ്തത്. And Australian marsupials, placental mammals in Australia. So all these are examples of adaptive radiation. When more than one adaptive radiation is appeared in an isolated geographical area, this leads to convergent evolution. Example, Australian marsupials and placental mammals. ഇതുപോലെ ഒറ്റപ്പെട്ട പ്രദേശത്ത്, that means a region like Australia, ഒറ്റപ്പെട്ട പ്രദേശത്ത് ഒന്നിലധികം അഡാപ്റ്റീവ് റേഡിയേഷൻ നടന്നാൽ അതിന് നമ്മൾ പറയുന്നത് കൺവേർജൻ എവല്യൂഷൻ എന്നാണ്. അതിന് എക്സാമ്പിളാണ് എവല്യൂഷൻ ഓഫ് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ് ആൻഡ് പ്ലാസെൻ്റൽ മാമൽസ്. സോ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ പോയിൻറ്റ്സും ഓർത്ത് വെക്കുക. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പൾ. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്.
This principle states that allelic frequencies in a population are stable and is constant from generation to generation. ഒരു പോപ്പുലേഷൻ്റെ അലീലിക് ഫ്രീക്വൻസി, അലീൽസിൻ്റെ ഫ്രീക്വൻസി തലമുറകളോളം സ്ഥിരമായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതാണ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്നത്. ദറ്റ് ഈസ് ദ ജീൻ പൂൾ, ടോട്ടൽ ജീൻസ് ആൻഡ് ദെയർ അലീൽസ് ഇൻ എ പോപ്പുലേഷൻ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ദിസ് ഈസ് കോൾഡ് ജനറ്റിക് ഇക്വിലിബ്രിയം. ജീൻ പൂൾ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു പോപ്പുലേഷൻ്റെ ടോട്ടൽ ജീൻസും അലീൽസുമാണ് ജീൻ പൂൾ. സോ ജീൻ പൂൾ കോൺസ്റ്റൻ്റ് ആയിരിക്കുമെന്നാണ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് വാല്യൂ 1 ആയിരിക്കും. അലീലിക് ഫ്രീക്വൻസീസിൻ്റെ വാല്യൂ, ഒരു പോപ്പുലേഷനിലുള്ള അലീലിക് ഫ്രീക്വൻസീസിൻ്റെ വാല്യൂ 1 ആയിരിക്കും. എന്താണ് അലീലിക് ഫ്രീക്വൻസീസ്? ഓക്കെ, എന്താണ് അലീൽസ്? നമ്മൾ ആദ്യം ചാപ്റ്റർ 3 പഠിച്ച മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് ഓർത്ത് വെക്കാം. സോ മോണോ ഹൈബ്രിഡ് ക്രോസിൽ അതിനുശേഷം സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ 4 ടൈപ്പ് പ്ലാന്റ്സ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? 3:1 റേഷ്യോ, 3 ടോൾ പ്ലാന്റ്സും 1 ഡ്വാർഫ് പ്ലാന്റ്സും. അതിൻ്റെ ജീനോ ടൈപ്സ് ഒന്ന് ഓർത്ത് നോക്കിയേ. ഏതൊക്കെയായിരുന്നു ടോൾ പ്ലാന്റ്സ്? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി, എഗെയിൻ ക്യാപിറ്റൽ ടി, സ്മോൾ ടി, പിന്നീട് കിട്ടിയത് സ്മോൾ ടി, സ്മോൾ ടി. ക്യാപിറ്റൽ ടി ഒരെണ്ണമാണ് കിട്ടിയത് അല്ലേ, ഔട്ട് ഓഫ് 4. സോ 1/4. ക്യാപിറ്റൽ ടി സ്മോൾ ടി 2 കിട്ടി. സോ ദാറ്റ് മീൻസ് 2/4. സ്മോൾ ടി ഒരെണ്ണം കിട്ടി. ദാറ്റ് ഈസ് 1/4. ഇതൊക്കെ ആഡ് ചെയ്താൽ 1/4 പ്ലസ് 2/4 പ്ലസ് 1/4 എത്ര ആയിരിക്കും കിട്ടുക? 1 ആയിരിക്കും. അതാണ് അലീലിക് ഫ്രീക്വൻസി. ദാറ്റ് ഈസ് ഒരു പോപ്പുലേഷൻ്റെ അലീലിക് ഫ്രീക്വൻസി എപ്പോഴും എന്തായിരിക്കും എന്നാണ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്നത്. ദാറ്റ് വിൽ ബി കോൺസ്റ്റൻറ്റ്. ദാറ്റ് മീൻസ് 1 ആയിരിക്കും. ഇനി ഇത് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ നമുക്ക് ടെക്സ്റ്റിൽ പറഞ്ഞ പോലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കൺസിഡർ എ dominant and small a recessive are 2 alleles of a particular trait in a population with frequency p and q respectively. So ഒരു പോപ്പുലേഷനിൽ കാണുന്ന 2 അലീൽസ് ആണ് ഡോമിനൻ്റ് അലീൽ ക്യാപിറ്റൽ എ, റെസസീവ് അലീൽ സ്മോൾ എ. ഡോമിനൻ്റ് അലീൽ ക്യാപിറ്റൽ എയുടെ ഫ്രീക്വൻസി പി ആണ്, സ്മോൾ എ റെസസീവ് അലീലിൻ്റെ ഫ്രീക്വൻസി ക്യൂ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോപ്പുലേഷനിൽ ഏതൊക്കെ അലീലിക് കോമ്പിനേഷൻസ് വരാം? ക്യാപിറ്റൽ എ അലീലുണ്ട്, സ്മോൾ എ അലീലുണ്ട്. സോ ഏതൊക്കെ കോമ്പിനേഷൻസ് വരാം? ക്യാപിറ്റൽ എ വരാം, ക്യാപിറ്റൽ എ സ്മോൾ എ വരാം, സ്മോൾ എ ക്യാപിറ്റൽ എ വരാം, സ്മോൾ എ വരാം. ആ ഒരു മോണോഹൈബ്രിഡ് ക്രോസ് ആ രീതിയിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സോ ഇവിടെ നമുക്കറിയാം ക്യാപിറ്റൽ എയുടെ ഫ്രീക്വൻസി പി ആണ്, സ്മോൾ എയുടെ ഫ്രീക്വൻസി ക്യൂ ആണ്. സോ ഇതിൽ ക്യാപിറ്റൽ എ അങ്ങനെ വരുമ്പോൾ ക്യാപിറ്റൽ എയുടെ ഫ്രീക്വൻസി പി ആണ്. സോ ക്യാപിറ്റൽ എ വരുമ്പോൾ പി സ്ക്വയർ. നെക്സ്റ്റ് ക്യാപിറ്റൽ എ സ്മോൾ എ ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എയുടെ ഫ്രീക്വൻസി പി ആണ്, സ്മോൾ എയുടെ ഫ്രീക്വൻസി ക്യൂ ആണ്. സോ പി ക്യൂ. നെക്സ്റ്റ് വൺ ക്യൂ പി. സ്മോൾ എയുടെ ഫ്രീക്വൻസി ക്യൂ ആണ്. സോ സ്മോൾ എയുടെ ഫ്രീക്വൻസി ക്യൂ സ്ക്വയർ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പി സ്ക്വയർ പ്ലസ് പി ക്യൂ. ക്യൂ പി മീൻസ് വാട്ട്? 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 1. ഇതാണ് ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം. സോ പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു 1. ഇതാണ് ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം. So disturbance in this equilibrium, that is change of frequency of alleles in a population, results in evolution. ഈ ഒരു ഇക്വിലിബ്രിയത്തിന് ചേഞ്ച് വന്നാൽ അത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? എവല്യൂഷൻ നടന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരാം? അതായത് ഒരു പോപ്പുലേഷനിലേക്ക് ആരെങ്കിലും വന്നാലോ അല്ലെങ്കിൽ ഈ ഒരു പോപ്പുലേഷൻ ആരെങ്കിലും പുറത്തു പോയാലോ എന്ത് വരാം? ഈ ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരാം. സോ അതെന്താണ് സൂചിപ്പിക്കുന്നത്? ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എവല്യൂഷൻ. ദാറ്റ് ഈസ് ഈ ഒരു പോപ്പുലേഷൻ ആരെങ്കിലും പുറത്തു പോയാലോ ആരെങ്കിലും ഈ ഒരു പോപ്പുലേഷനിലേക്ക് വന്നാലോ ഈ വാല്യൂ ചേഞ്ച് വരാം. ദാറ്റ് മീൻസ് ദർ ആർ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ലെറ്റ് us see which are they. There are 5 factors that affect Hardy-Weinberg principle. എക്സാമിന് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ. 5 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേത് ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ. അതായത് അലീലിക് ഫ്രീക്വൻസി 1 ഉള്ള ഒരു പോപ്പുലേഷനിലേക്ക് ആരെങ്കിലും വന്നാലോ അല്ലെങ്കിൽ ഈ ഒരു പോപ്പുലേഷന് ആരെങ്കിലും പുറത്തേക്ക് പോയാലോ അലീലിക് ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരാം. അതാണ് ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ. ഇറ്റ് occurs due to addition or removal of alleles while individuals join or leave a population. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പോപ്പുലേഷൻ്റെ അലീലിക് ഫ്രീക്വൻസി 1 ആണ്. സോ ഈ ഒരു പോപ്പുലേഷനിലേക്ക് പുറമേ നിന്ന് ആൾക്കാർ വന്നാൽ അലീലിക് ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരാം.
അതേപോലെ ഈ ഒരു പോപ്പുലേഷനിൽ നിന്ന് ആൾക്കാർ പുറത്തേക്ക് പോയാലും അലിലിക് ഫ്രീക്വൻസിക്ക് ചേഞ്ച് വരാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫാക്ടർ. നെക്സ്റ്റ്, സെക്കൻഡ് ഫാക്ടർ ദാറ്റ് അഫക്റ്റ് Hardy-Weinberg principle is genetic drift. It is the random change in the frequency of alleles occurring by chance. നമ്മൾ നേരത്തെ പറഞ്ഞ ജീൻ ഫ്ലോ, അത് ഒക്യോറിങ് ബൈ ചാൻസ് സംഭവിച്ചാൽ, യാദൃശ്ചികമായി സംഭവിച്ചാൽ അതിനെയാണ് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയാം. ഫൗണ്ടർ ഇഫക്റ്റ്. ദ ഫൗണ്ടർ ഇഫക്റ്റ് ഈസ് ചേഞ്ച് ഇൻ അലീലിക് ഫ്രീക്വൻസി ദാറ്റ് ഒക്യേഴ്സ് വെൻ എ ന്യൂ പോപ്പുലേഷൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എ വെരി സ്മോൾ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഫ്രം എ ലാർജർ പോപ്പുലേഷൻ. The original drifted population becomes founders and the effect is called founder effect. That is observed here. ഇതിൽ എ എന്ന് പറയുന്ന ആദ്യത്തെ പ്ലേസ്, രണ്ടാമത്തെ പ്ലേസ് ബി ആണ്. സോ എ എന്ന് പറയുന്ന ഒരു പ്ലേസിൽ നിന്ന് റെഡ് കളറിലുള്ള ഓർഗാനിസംസ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്തു? ബിയിലേക്ക് മൂവ് ചെയ്തു. സോ ബി എന്ന് പറയുന്ന റീജിയണിൽ കുറേ കാലങ്ങൾക്ക് ശേഷം സ്പീസിയേഷൻ സംഭവിച്ചു. സോ എ എന്ന് പറയുന്ന റീജിയണിൽ നിന്നാണ് ഇവർ മൈഗ്രേറ്റ് ചെയ്തത്, അല്ലേ? സോ ഇവരെയാണ് ഫൗണ്ടേഴ്സ് എന്ന് പറയുക. ഈ ഒരു എഫക്റ്റാണ് ഫൗണ്ടർ ഇഫക്റ്റ്. ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പളിനെ എഫക്റ്റ് ചെയ്യുന്ന തേർഡ് ഫാക്ടറാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ റിസൾട്ട്സ് ഇൻ ഫോർമേഷൻ ഓഫ് ന്യൂ ഫിനോടൈപ്പ് ഓവർ ഫ്യൂ ജനറേഷൻസ്. ദിസ് ലീഡ് ടു സ്പീസിയേഷൻ. സോ മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ജീൻസിൽ വരുന്ന പെട്ടെന്ന് നടക്കുന്ന ചേഞ്ചാണ് മ്യൂട്ടേഷൻ. സോ മ്യൂട്ടേഷൻ സംഭവിച്ചാലും അലിലിക് ഫ്രീക്വൻസീസിന് ചേഞ്ചസ് വരും. റീകോമ്പിനേഷൻ. ഫോർത്ത് ഫാക്ടർ റീകോമ്പിനേഷൻ. During gametogenesis, genetic variation due to recombination results in new phenotype. സോ റീകോമ്പിനേഷൻ പ്രോസസ്സ് നമ്മൾ മുമ്പ് പഠിക്കുന്നുണ്ട്, അല്ലേ? സോ റീകോമ്പിനേഷൻ നടന്നാലും അലിലിക് ഫ്രീക്വൻസീസിന് ചേഞ്ചസ് വരും. അതായത് പുതിയ ഫിനോടൈപ്പ് ഫോം ചെയ്യും. ഓക്കെ, പുതിയ ഓർഗാനിസംസ് ഫോം ചെയ്യും. സോ അലിലിക് ഫ്രീക്വൻസീസ് ചേഞ്ച് ചെയ്യും. ആൻഡ് ഫിഫ്ത്ത് ഫാക്ടർ ദാറ്റ് എഫക്റ്റ് Hardy-Weinberg പ്രിൻസിപ്പിൾ ഈസ് നാച്ചുറൽ സെലക്ഷൻ. ഒരു എൻവയോൺമെൻറ്റിൽ ജീവിക്കാൻ ആവശ്യമായ ഫേവറബിൾ ക്യാരക്ടേഴ്സ് ഉള്ള ഓർഗാനിസംസിനെയാണ് നാച്ചർ എപ്പോഴും സെലക്ട് ചെയ്യുക. ഇതാണ് നാച്ചുറൽ സെലക്ഷൻ. ആൻഡ് ദർ ആർ 3 ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ: സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ, ഡയറക്ഷണൽ സെലക്ഷൻ, ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. ഇത് ബെറ്ററായി മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. അതായത് ഒരു പോപ്പുലേഷൻ്റെ ഹൈറ്റ് ഫിനോടൈപ്പായി നമുക്ക് സെലക്ട് ചെയ്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഒരു പോപ്പുലേഷൻ എടുത്താൽ അവിടെ 3 ടൈപ്പിലുള്ള ആൾക്കാരെ കാണാം. ടോൾ ആയിട്ടുള്ള ആൾക്കാരെ കാണാം, മീഡിയം ഹൈറ്റുള്ള ആൾക്കാരെ കാണാം, അതേപോലെ ഷോർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കാണാം. ഓക്കെ, ഒരു ഹൈറ്റാണ് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ള ഫിനോടൈപ്പ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഏതാണ്? സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ. സോ സ്റ്റെബിലൈസിങ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നാച്ചർ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഓർഗാനിസംസിനാണ് ഫേവറബിളായി വരുന്നത്? മീഡിയം ഹൈറ്റുള്ള ഓർഗാനിസംസ്. അങ്ങനെ വരുമ്പോൾ ഗ്രാഫിൻ്റെ ഏത് ഭാഗമാണ് ഇൻക്രീസ് ചെയ്യുക? മീഡിയം വരുന്നത് മിഡിലാണ്. സോ ഗ്രാഫിൻ്റെ പീക്ക് ഇൻക്രീസ് ചെയ്യും, അല്ലേ? ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് സെലക്ഷൻ, ഡയറക്ഷണൽ സെലക്ഷൻ. അതായത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം നാച്ചുറൽ സെലക്ഷൻ നടക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇതിൽ ഷോർട്ട് മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. സോ ഗ്രാഫ് ഒരു സൈഡിലേക്ക് ഡയറക്റ്റ് ചെയ്യും. അതാണ് ഡയറക്ഷണൽ സെലക്ഷൻ. ഇനി ഡിസ്റപ്റ്റീവ് സെലക്ഷനിൽ 2 എക്സ്ട്രീംസിനെയും സെലക്ട് ചെയ്യും. ടോൾ ആയവരെയും സെലക്ട് ചെയ്യും, ഷോർട്ട് ആയവരെയും സെലക്ട് ചെയ്യും. ബട്ട് ആരെ എലിമിനേറ്റ് ആകും? മീഡിയം ഹൈറ്റുള്ള ആൾക്കാർ എലിമിനേറ്റ് ആകും. സോ 2 പീക്ക് വരും, ഗ്രാഫിന് 2 പീക്ക് വരും. ഇതാണ് 3 ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ. ഹിയർ നാച്ചർ പ്രിഫേഴ്സ് മോർ ഇൻഡിവിജ്വൽസ് വിത്ത് മീൻ ക്യാരക്ടർ വാല്യൂ. മീൻ ക്യാരക്ടർ വാല്യൂ ഉള്ള ഓർഗാനിസംസിനെയാണ് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ ആരെയാണ് സെലക്ട് ചെയ്യുക? മീഡിയം ഹൈറ്റുള്ള ആൾക്കാരെ സെലക്ട് ചെയ്തു. സോ ആരൊക്കെ എലിമിനേറ്റ് ആയി? ടോൾ ഹൈറ്റുള്ളവർ എലിമിനേറ്റ് ആയി, ഷോർട്ട് ഹൈറ്റുള്ളവർ എലിമിനേറ്റ് ആയി. ഓക്കെ, ഡയറക്ഷണൽ സെലക്ഷൻ മീൻസ് ഹിയർ ദ ഇൻഡിവിജ്വൽസ് ഓഫ് 1 എക്സ്ട്രീം ആർ മോർ ഫേവർഡ്. ഒരു എക്സ്ട്രീമിലുള്ളവരെ കൂടുതൽ നാച്ചുറൽ ഫേവർ ചെയ്യും. അപ്പോൾ ഇതിൽ പറഞ്ഞ എക്സാമ്പിളിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഷോർട്ട് ഹൈറ്റുള്ളവരെയാണ് ഫേവർ ചെയ്തതെങ്കിൽ ഗ്രാഫിൻ്റെ പീക്ക് ഒരു സൈഡിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ഓക്കെ, ഡിസ്റപ്റ്റീവ് സെലക്ഷൻ മീൻസ് ഹിയർ മോർ ഇൻഡിവിജ്വൽസ് അക്യൂർ പെരിഫറൽ ക്യാരക്ടർ വാല്യൂ അറ്റ് ബോത്ത് എൻഡ്സ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഓക്കെ, അതായത് ടോൾ ഹൈറ്റുള്ളവരെയും സെലക്ട് ചെയ്തു, ഷോർട്ട് ഹൈറ്റുള്ളവരെയും സെലക്ട് ചെയ്തു. ബട്ട് ആരെ എലിമിനേറ്റ് ആയി? മീഡിയം ഹൈറ്റുള്ളവർ എലിമിനേറ്റ് ആയി. സോ ദീസ് ആർ ദ 3 ടൈപ്സ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. നെക്സ്റ്റ് ഈസ് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ. ഹ്യൂമൻ ബീങ്സിൻ്റെ എവല്യൂഷണറി ഹിസ്റ്ററിയാണ് ആൻസെസ്റ്റേഴ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഡ്രയോപിത്തിക്കസ് ആൻഡ് രാമാപിത്തിക്കസ്. They were hairy and walked like gorillas and chimpanzees. Ramapithecus was more man-like while Dryopithecus was more ape-like 15 million years ago.
സോ ഹ്യൂമൻ ആൻസസ്റ്റേഴ്സിൽ ഫസ്റ്റ് വരുന്നവരാണ് ഡ്രയോപിത്തിക്കസ് ആൻഡ് രാമാപിത്തിക്കസ്. ഹെയറി ആയിരുന്നു, അതായത് അവരുടെ ബോഡിയിൽ ഹെയർസ് ഉണ്ടായിരുന്നു. വോക്കഡ് ലൈക്ക് ഗൊറില്ലാസ് ആൻഡ് ചിമ്പാൻസീസ്. രാമാപിത്തിക്കസ് വാസ് മോർ മാൻ ലൈക്ക്. അപ്പം കൂടുതൽ ഹ്യൂമൻ ബീങ്സിനെ പോലെ തോന്നിയത് രാമാപിത്തിക്കസ് ആണ്. ആൻഡ് ഡ്രയോപിത്തിക്കസ് എയ്പ്പ് ലൈക്ക് ആയിരുന്നു. ഓക്കെ, മങ്കീസിനെ പോലെ ആയിരുന്നു. ഏത് കാലഘട്ടത്തിലാണ് ഇവ ഫോം ചെയ്തിരുന്നത്? ദാറ്റ് ഈസ് 15 മില്യൺ ഇയേഴ്സ് എഗോ. നെക്സ്റ്റ് ആൻസസ്റ്റർ ആരാണ്? ഓസ്ട്രാലോപിത്തിക്കസ്. ലിവ്ഡ് 2 മില്യൺ ഇയേഴ്സ് എഗോ ഇൻ ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡ്സ്. ഓക്കെ, ദേ ഹണ്ടഡ് വിത്ത് സ്റ്റോൺ വെപ്പൺസ് ബട്ട് എസെൻഷ്യലി എയ്റ്റ് ഫ്രൂട്ട്. സ്റ്റോൺ വെപ്പൺസ് യൂസ് ചെയ്ത് അവർ ഹണ്ട് ചെയ്തു. ആൻഡ് ദേ എസെൻഷ്യലി എയ്റ്റ് ഫ്രൂട്ട് ഭക്ഷിച്ച ഓർഗാനിസംസ് ആൻസസ്റ്റേഴ്സ് ആയിരുന്നു ഓസ്ട്രാലോപിത്തിക്കസ്. 2 മില്യൺ ഇയേഴ്സ് എഗോ ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡ്സിലായിരുന്നു ഓസ്ട്രാലോപിത്തിക്കസ്. നെക്സ്റ്റ് ആൻസസ്റ്റർ ഹോമോ ഹാബിലിസ്. ലിവ്ഡ് ബിഫോർ 1.6 to 2 മില്യൺ ഇയേഴ്സ് എഗോ. ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ബീങ്. ഓക്കെ, ഹോമോ ഹാബിലിസ് ആണ് ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ഓർഗാനിസം. ബ്രെയിൻ കപ്പാസിറ്റി 650 to 800 cc ആയിരുന്നു. ഡിഡ് നോട്ട് ഈറ്റ് മീറ്റ്. അവർ മീറ്റ് ഭക്ഷിക്കുന്നവരായിരുന്നില്ല. ആൻഡ് ഹോമോ ഇറക്ടസ്. ഫോസിൽസ് ഡിസ്കവേർഡ് ഇൻ ജാവയിൽ വെച്ചാണ് ഫോസിൽസ് കണ്ടെത്തിയത്. ലാർജ് ബ്രെയിൻ, 900 cc കപ്പാസിറ്റിയുള്ള ലാർജ് ബ്രെയിൻ. ആൻഡ് ദേ എയ്റ്റ് മീറ്റ്. ഓക്കെ, 1.5 മില്യൺ ഇയേഴ്സ് എഗോ. അവർ ജീവിച്ചിരുന്നത് 1.5 മില്യൺ ഇയേഴ്സ് എഗോ. നെക്സ്റ്റ് ഈസ് നിയാണ്ടർതാൽ മാൻ. ഓക്കെ, ബ്രെയിൻ സൈസ് എത്രയായിരുന്നു? 1400 cc ആയിരുന്നു. ഫോസിൽസ് കണ്ടെത്തിയത് ഫ്രം ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ. 1 lakh to 40,000 years back. Okay, they were found 1 lakh to 40,000 years back. They used hides to protect their body and buried their dead. ഡെഡ് ആയിക്കഴിഞ്ഞാൽ ബറി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് നിയാണ്ടർതാൽ മാൻ മുതലാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഹോമോസാപ്പിയൻസ്. സോ ഹോമോസാപ്പിയൻസിൻ്റെ ഫോസിൽസ് കിട്ടിയത് ഫ്രം ആഫ്രിക്ക. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ടെത്തിയത്? ദാറ്റ് ഈസ് 75,000 to 10,000 years ago. ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് മോഡേൺ മാൻ ആണ്. ഇത് ഫ്ലോ ചാർട്ടായി എക്സാമിന് ചോദിക്കാം. ഡ്രയോപിത്തിക്കസ്, രാമാപിത്തിക്കസ്, ഓസ്ട്രാലോപിത്തിക്കസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, നിയാണ്ടർതാൽ മാൻ ആൻഡ് ഹോമോ സാപ്പിയൻസ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഫോക്കസ് ഏരിയ പോർഷൻസ്. ഓക്കെ, ഈസി പോർഷൻസ് ആണ്, ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ്.